പ്രിയമുള്ളവരെ, മാറുന്ന കാലത്തിനൊപ്പം ജീവിതം കൊണ്ട് കിതച്ചോടുമ്പോഴും മനസ്സിന്റെ മരുപ്പച്ചയായി നമ്മൾ കാത്തുസൂക്ഷിക്കുന്ന ഒന്നുണ്ട്: കുട്ടിക്കാലം. മലവെള്ളപ്പാച്ചിലും വരൾച്ചയും ബാധിക്കാതെ സദാ തളിർത്തിരിക്കുന്ന ഒരിടം. മറവിയെടുക്കാത്ത നനവുള്ള ഓർമ്മകളുടെ കെട്ടഴിക്കാൻ നമ്മളെ നമ്മളാക്കി ഒരുക്കിയെടുത്ത ആ കൊച്ചു ഗ്രാമത്തിലെ പൂമരച്ചോട്ടിൽ നമുക്കൊന്ന് ചേർന്നിരിക്കാം. നമ്മുടെ ചോലമലയിൽ മെയ് 1 ആ ഇമ്മിണി വലിയ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. വരണം, മറ്റെന്തും മാറ്റിവെച്ച്. ഓർമ്മയുണ്ടോ അന്നത്തെ നമ്മുടെ കളികൾ? കുട്ടിയും കോലും, ആട്ടക്കളം, പെട്ടിയും പൂട്ടും, കയറുചാട്ടം, കണ്ണുപൊത്തിക്കളി, കോരികളി, കൊത്തംകല്ലുകളി, കണ്ണംകുണ്ടിലെ മീൻപിടുത്തം, പാത്തിപ്പാടിയിലെ കൊച്ചു മൈതാനത്ത് നടത്തുന്ന ഫുട്ബോൾ മത്സരം. ഇന്നിന്റെ തിരക്കുകൾക്കിടയിലും നമ്മൾ നമ്മളായിട്ടിരിക്കുന്നത് അവിടെയാണ്, അല്ലേ? മുരിക്കൻ കാട്ടിലെ മധുരമാങ്ങയും പുളിച്ചിമാങ്ങയും വിളഞ്ഞിപ്പഴവും വിക്കിപ്പഴവും ഞാവൽപ്പഴവും രുചിഭേദങ്ങൾ തന്ന കാട്ടുചക്കയും. ആഹാ, ഓർമ്മകൾക്ക് എന്തു സുഗന്ധമെന്ന് കവി പാടിയത് വെറുതെയല്ല. നമ്മുടെ ചേക്കോക്കാന്റെ ചായക്കടയിലെ മുട്ടപ്പത്തിന്റെയും വണ്ടർ മൈമക്കാന്റെ ഉണ്ടയുടെയും രുചിയറിയാത്ത ചോലമലക്കാരനുണ്ടോ? താളും തകരയും കരിമുരിക്കിന്റെ ഇലയും മുള്ളഞ്ചീരയും സമൃദ്ധമായി തന്ന നമ്മുടെ പൈതൃകമുറങ്ങുന്ന മണ്ണിനെ എങ്ങനെ മറവിക്ക് വിട്ടുകൊടുക്കും? നമ്മുടെ പാടികൾ ഓർമ്മയുണ്ടോ? കുണ്ടിലെ പാടി, പാത്തിപ്പാടി, താഴെപ്പാടി, മേലെ പാടി, മരപ്പാടി, ബോയം പാടി, എന്തൊക്കെ പേരുകൾ അല്ലേ? തൊട്ടുകളിച്ചും ഊളിയിട്ടും നീന്തിത്തോൽപ്പിച്ചും കുളിരുമ്പോൾ ചൂടുള്ള പാറപ്പുറത്ത് മലർന്നു കിടന്നും ആർത്തുല്ലസിച്ച് തിമിർത്തു കളിക്കാൻ നമ്മൾക്കൊരു പുഴയുണ്ടായിരുന്നില്ലേ? അതിരുകളില്ലാത്ത മനസ്സിന്റെ ആകാശത്തിലേക്ക് നനുത്ത ഓർമ്മകളുടെ വേലിയേറ്റം. അതിന് എന്തൊരു സുഖമാണ്! നമ്മുടെ ക്ലബിൽ ആദ്യമായി ടി വി വന്നതും ടിപ്പു സുൽത്താന്റെ വാള് കാണാൻ എല്ലാവരും ഒത്തുകൂടിയതും മറക്കുന്നതെങ്ങനെ? നമ്മുടെ കണ്ണുകളിൽ എന്ത് വിസ്മയമായിരുന്നു അന്ന്! ഓർമ്മകൾ പെയ്തുകൊണ്ടേയിരിക്കും. അതിന് കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ പ്രായമേറുന്നേയില്ല. മണ്ണിലേക്ക് കാൽവിരലൂന്നാൻ പഠിപ്പിച്ച പുള്ളപ്പാടിയിലെ ചിണുക്കങ്ങൾക്കും പിടിവാശികൾക്കും കലവിലകൾക്കുമിടയിൽ നിന്ന് ചാക്കുകെട്ടുമായി ഓടുന്ന നമ്മുടെ അമ്മമാരെയും ഉമ്മമാരെയും വഴിക്കണ്ണുമായി നോക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നില്ലേ? പിന്നെ അക്ഷരം തന്ന പ്രിയപ്പെട്ട ചുളിക്ക സ്കൂൾ. പഠനത്തിനായിരുന്നു അന്ന് മുഖ്യം? അല്ല, കളിയുടെ മാലപ്പടക്കങ്ങളും പൊട്ടിച്ച് പാറിപ്പറന്നുള്ള കൂട്ടയോട്ടമായിരുന്നില്ലേ നമ്മുടെ സ്കൂൾ യാത്ര? കാലപ്രയാണത്തിൽ നമുക്ക് എത്രയോ പ്രിയപ്പെട്ടവരെ നഷ്ടമായി. ഉണങ്ങാത്ത മുറിവായി നമ്മുടെ ഉള്ളിൽ അവരെന്നും ജീവിക്കുന്നു. കഷ്ടത നിറഞ്ഞ ആ കാലത്തും ജാതിയുടെയോ മതത്തിൻ്റെയോ അതിർവരമ്പില്ലാതെ നമ്മളെ കണ്ണായി കാത്ത നമ്മുടെ മാതാപിതാക്കളും കൂടപ്പിറപ്പുകളും അയൽപ്പക്ക ബന്ധവും കൂട്ടുകാരും അവരുടെ അതിജീവനത്തിനായുള്ള നെട്ടോട്ടങ്ങളും കണ്ട നമ്മുടെ നാട് എന്നും നമ്മുടെ ആവേശമായിരുന്നില്ലേ? കരുത്തായിരുന്നില്ലേ? വരൂ, ഓർമ്മകളുടെ മടിശീലയഴിക്കാൻ നമുക്ക് ഒരിക്കൽ കൂടി ഒത്തുചേരാം. ഈ വരുന്ന മെയ് 1 ചോലമലയിലെ ഹൃദയഭൂമിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. പിന്നെ പേടിക്കേണ്ട, അന്ന് പട്ടിണിയാവില്ല കേട്ടോ.